സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പോലീസ് നിയമപരമായ നടപടി സ്വീകരിക്കണം. സംഭവത്തെ തുടർന്ന് ഇവിടെ കേന്ദ്ര നിയമം, പട്ടാള നിയമം, അബ്സപ്പ, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് നടപ്പാക്കണമെന്നാണ് BJP ആവശ്യപ്പെട്ടിട്ടുള്ളത്. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം CPMൻ്റെ 12 പ്രവർത്തകന്മാരെ RSSകാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കൊലപ്പെടുത്തിയിട്ടുണ്ട്. മതം മാറിയതിൻ്റെ പേരിലാണ് മലപ്പുറം ജില്ലയിലെ കുടിഞ്ഞിയിൽ ഒരു ഫൈസൽ RSSകാർ കൊലപ്പെടുത്തിയത്. കാസർഗോഡ് ഒരു മദ്രസാധ്യാപകനെ പള്ളിയിൽ കയറിയിട്ടാണ് RSSകാർ വെട്ടിക്കൊന്നത്. തൃശ്ശൂരിൽ ജനതാദൾ യുവിൻ്റെ ഒരു പ്രവർത്തകനെ RSSകാർ കൊലപ്പെടുത്തി. കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെ RSSകാർ ആക്രമിച്ചു. ഇവിടെ കണ്ണൂർ ജില്ലയിൽ തന്നെ പത്തായക്കുന്നിലെ സുകുമാരൻ മാസ്റ്റർ RSSൻ്റെ ആക്രമണത്തിനാണ് വിധേയമായത്. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ BJPയുടെ നേതൃത്വത്തിൽ LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. CPIMൻ്റെ 100-ൽ പരം പാർട്ടി ഓഫീസുകളാണ് വിവിധ ഭാഗങ്ങളിലായി തകർത്തത്. 200-ൽ പരം CPM പ്രവർത്തകന്മാരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു. മുഖ്യമന്ത്രി പങ്കെടുത്ത സമാധാന യോഗത്തിന് ശേഷം ഫെബ്രുവരി 14-ന് ശേഷം കണ്ണൂർ ജില്ലയിൽ 34 സംഭവങ്ങളാണ് CPMന് നേരെ RSSകാർ നടത്തിയിട്ടുള്ളത്. അതിൽ മുഖ്യമായി വീടുകൾക്ക് നേരെയുള്ള ആക്രമണവും മറ്റു രീതിയിലുള്ള വ്യക്തികൾക്ക് നേരെയുള്ള കൊലപാതക ശ്രമങ്ങളുമാണ് അതിനുശേഷം നടന്നിട്ടുള്ള സംഭവ പരമ്പരകൾ. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്നതിന് ശേഷം നടന്നെങ്കിൽ മുമ്പത്തെ UDF ഗവൺമെൻറ് കാലത്ത് CPIMൻ്റെ 27 പ്രവർത്തകന്മാർ കേരളത്തിൽ RSSകാർ കൊലപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത്തരം സന്ദർഭങ്ങളിലൊന്നും BJP ഈ കേന്ദ്ര പട്ടാള നിയമം പ്രയോഗിക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വച്ചിരുന്നില്ല. ഇപ്പോൾ ഇത്തരത്തിലൊരു നിയമം നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് നമ്മുടെ സമൂഹം ബോധവാന്മാരാകണം. ഈ നിയമത്തിൻ്റെ പ്രാഥമികമായ രൂപം ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊണ്ടുവന്നൊരു നിയമമാണ്. 1942-ൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ നേരിടുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നിയമത്തിൻ്റെ മറ്റൊരു പകർപ്പായിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് 1958-ൽ നാഗാ കലാപത്തെ നേരിടുന്നതിന് വേണ്ടി രാജ്യത്തിതൊരു നിയമമാക്കി മാറ്റിയത്. പിന്നീട് 1972-ൽ ചില ഭേദഗതികൾ വരുത്തിയെങ്കിലും ആ നിയമമാണിന്ന് പലയിടത്തും നടപ്പായിക്കൊണ്ടിരിക്കുന്ന ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്. ഇന്ത്യയിൽ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ്. ജമ്മു കാശ്മീരിൽ 1990 മുതൽ ഈ നിയമം നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ നിയമം നടപ്പാക്കി ഒരു സ്ഥലത്തും സമാധാനം സ്ഥാപിക്കാൻ സാധിച്ചില്ല. സംഘർഷങ്ങൾ രൂക്ഷമാകുകയും നേരത്തെ ഉണ്ടായിരുന്ന സമാധാനം പോലും തകരുകയും പട്ടാളവും ജനങ്ങളും ഏറ്റുമുട്ടുന്ന അവസ്ഥയാണ് ഇവിടങ്ങളിലൊക്കെ സൃഷ്ടിച്ചത്. ത്രിപുരയിൽ ഈ മുമ്പ് ഈ നിയമം നടപ്പാക്കിയ ഒരു സ്റ്റേറ്റ് ആയിരുന്നു.
വടക്കിഴക്കൻ സംസ്ഥാനത്ത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ത്രിപുരയിൽ ആ നിയമം എടുത്തു കളയുകയാണ് ചെയ്തത്. ഇന്ന് ത്രിപുരയിൽ ഈ നിയമം നിലനിൽക്കുന്നില്ല. ഈ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി നിലപാട് സ്വീകരിക്കേണ്ടത്. ഗുജറാത്തിൽ 2000-ൽ പരം മുസ്ലിമുകൾക്കെതിരെ വംശീയ ഹത്യ നടന്ന സന്ദർഭത്തിൽ അവിടെ നിയമം പ്രയോഗിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഛത്തീസ്ഗഡിലെ സുകുമയിൽ 26 CRPF ജവാന്മാർ മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു. ആ ഛത്തീസ്ഗഡിൽ ഇത് നടപ്പാക്കിയിട്ടില്ല. ബംഗാളിൽ 200 വർഗീയ കലാപങ്ങൾ ഈ കഴിഞ്ഞ കാലത്ത് 5 വർഷത്തിനിടയിലുണ്ടായി. അവിടെയും നടപ്പാക്കിയിട്ടില്ല. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കണം എന്നാവശ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ CPM-നെ പട്ടാള ഭരണം ഉപയോഗിച്ചുകൊണ്ട് ഒതുക്കണം എന്ന RSSൻ്റെ ഉദ്ദേശമാണ് ഈ ആവശ്യത്തിന് പിറകിലുള്ളത്. ഇത് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു പാർട്ടി ആയതുകൊണ്ടാണ് BJP ഇത്തരത്തിലുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. CPM-നെതിരായിട്ടാണെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുള്ള കാലത്താണ് കരിനിയമമായിട്ടുള്ള പോട്ട കണ്ണൂർ ജില്ലയിൽ പ്രയോഗിച്ചത്. ടാഡ കേന്ദ്ര കരിനിയമം കണ്ണൂർ ജില്ലയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അത്തരം നടപടികൾ സ്വീകരിച്ചുകൊണ്ടല്ല സമാധാനം സ്ഥാപിക്കേണ്ടത്. ഇവിടെ നടക്കുന്ന സംഘർഷം രാഷ്ട്രീയ പ്രവർത്തകന്മാർ തമ്മിലുള്ള ചേരിതിരിവാണ് കണ്ണൂർ ജില്ലയിലെ സംഘർഷത്തിൻ്റെ അടിസ്ഥാനം. ഗവർണർ ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുള്ള നിരീക്ഷണം ഇതിനകത്ത് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പ്രയോഗിക്കുകയല്ല വേണ്ടത്. രാഷ്ട്രീയമായ ഇടപെടൽ നടത്തി, ഭരണപരമായ ഇടപെടൽ നടത്തി സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടത്. അതിനുള്ള നല്ല തുടക്കമായിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സമാധാന യോഗമെടുത്ത തീരുമാനം. മുഖ്യമന്ത്രി ഈ പ്രശ്നത്തിൽ ഒരു സമാധാന യോഗം വിളിക്കുക മാത്രമല്ല ചെയ്തത്. ആദ്യം മുഖ്യമന്ത്രി ചെയ്തത് CPM-ൻ്റെയും BJP-യുടെയും RSSൻ്റെയും നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി മുഖ്യമന്ത്രി ഒരു ചർച്ച നടത്തുകയാണ് ആദ്യം ചെയ്തത്. അത് മാധ്യമങ്ങളെയൊന്നും അറിയിക്കാതെയായിരുന്നു ആദ്യത്തിൽ ആ സമാധാന ശ്രമം മുഖ്യമന്ത്രി ആരംഭിച്ചത്. അതിൽ RSSൻ്റെ ഉന്നത നേതാക്കന്മാർ തന്നെ അതിൽ പങ്കെടുത്തിരുന്നു. ഞാനും ആ യോഗത്തിൽ പങ്കെടുത്തതാണ്. അന്നുണ്ടാക്കിയ ധാരണപ്രകാരമാണ് ഒരു സർവകക്ഷി യോഗമാകാം എന്നുള്ള ധാരണയുണ്ടാക്കിയത്. സർവകക്ഷി യോഗം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ചു കൂട്ടിയപ്പോൾ ആ യോഗത്തിൽ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള കക്ഷികളെയായിരുന്നു വിളിച്ചത്. അതിൽ BJP പങ്കെടുത്തു, RSS പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ ആ യോഗത്തിലൊരു പ്രശ്നം രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചു. ഇത് RSS ആണല്ലോ ഈ പ്രശ്നത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്, നിങ്ങൾ അവരെ എന്തുകൊണ്ടാണ് വിളിക്കാത്തത്? BJP-യും ആവശ്യം അവിടെ യോഗത്തിൽ പറഞ്ഞു. ഇപ്പം ഞങ്ങളെല്ലാവരും പറഞ്ഞു RSS-ഉമായും കൂടി ചേർന്നൊരു ചർച്ച ആവാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി വീണ്ടും BJP RSS നേതാക്കന്മാരെ വിളിച്ച് വീണ്ടും ഒരു ചർച്ച CPM നേതാക്കന്മാരുമായി ചേർന്ന് നടത്തി. അതിൻ്റെ തുടർച്ചയായി ആ യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞു, BJP-ക്കാരും പറഞ്ഞു, പ്രശ്നം കൂടുതലുള്ള ജില്ലകളിൽ പ്രത്യേകം ചർച്ച നടത്തണം. CPM-ഉം അത് അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂരിൽ BJP-യുടെ നേതാക്കന്മാരും RSSൻ്റെ സംസ്ഥാന കാര്യവാഹി ആയിട്ടുള്ള ഗോപാലൻകുട്ടി മാസ്റ്റർ, CPM-ൻ്റെ കണ്ണൂർ ജില്ലയിലെ സെക്രട്ടറി P. ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ട് കണ്ണൂരിൽ BJP RSS CPM നേതാക്കന്മാർ തമ്മിലൊരു ചർച്ച നടന്നു.
ചർച്ചയുടെ തുടർച്ചയായിട്ടായിരുന്നു കണ്ണൂരിൽ വെച്ച് ഫെബ്രുവരി 14 വിപുലമായ ഒരു സമാധാന യോഗം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്നത്. ആ സമാധാന യോഗത്തിൻ്റെ തീരുമാനങ്ങൾ ലംഘിക്കപ്പെടുന്ന അവസ്ഥ ഇന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇരുഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതാണ് നടന്ന സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇവിടെ കരുനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കുക പ്രായോഗികമല്ല. മുഖ്യമന്ത്രി പങ്കെടുത്ത സമാധാന യോഗത്തിൻ്റെ തീരുമാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറച്ചു നിൽക്കണം. ആ യോഗമെടുത്ത തീരുമാനം പാർട്ടികളെടുത്തിരിക്കുന്ന തീരുമാനത്തിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തകന്മാരെ തള്ളിപ്പറയണം. അവർക്ക് യാതൊരുവിധ സഹായവും പാർട്ടി നൽകാൻ പാടില്ല. ഈ തീരുമാനമാണ് സർവകക്ഷി യോഗം കൈക്കൊണ്ടത്. അത് നടപ്പാക്കുന്നതിൽ CPIM-ന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സർവകക്ഷി യോഗമെടുത്തിട്ടുള്ള ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധമായി CPIM പ്രവർത്തിക്കും. രാമന്തളി സംഭവവുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ പ്രവർത്തകന്മാർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കും. ഇക്കാര്യം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സംഭവം അംഗീകരിക്കുന്നില്ല എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഒരു വെറും പറച്ചിലല്ല, ഇത് പ്രായോഗികമായി നടപ്പ് വരുത്തിക്കൊണ്ട് വേണം സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള പരിശ്രമത്തിൽ പങ്കാളികളാകാൻ. ഇതേ നിലപാട് BJP-ക്കാർ ഇതിനു മുമ്പ് BJP-യുടെ ഭാഗത്തുണ്ടായ അക്രമത്തിൻ്റെ പേരിൽ അവരും സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? തലശ്ശേരി പ്രദേശത്ത് നിരവധി വീടുകൾക്ക് നേരെ RSSകാർ ആക്രമണം നടത്തി. പാർട്ടിയുടെ പൊതുയോഗം അലങ്കോലപ്പെടുത്താൻ ബോംബ് ആക്രമണം നടത്തി. അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ BJP-യുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ CPIM സമാധാനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. സമാധാനം സ്ഥാപിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനത്തിലും പങ്കെടുക്കുകയാണ് പാർട്ടി പ്രവർത്തകന്മാർ ചെയ്യേണ്ടത്. സമാധാന ബന്ധമുണ്ടാക്കത്തക്ക വിധത്തിലുള്ള ഒരു പ്രവൃത്തി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പാർട്ടി സഖാക്കൾ, പാർട്ടി അനുഭാവികളാകെ ഇതിൻ്റെ പിന്നിൽ അണിനിരത്തുന്നതിനായിരിക്കും പാർട്ടി പരിശ്രമിക്കുക. പ്രാദേശികമായി നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ആ സംഭവങ്ങൾ നടക്കുന്ന സ്ഥലത്ത് തന്നെ ബന്ധപ്പെട്ട കക്ഷികളുടെ നേതാക്കന്മാർ തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടത്തണം. ചില നിസ്സാരമായ പ്രശ്നങ്ങളാണ് ചില വലിയ സംഭവങ്ങളിലേക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെയുണ്ടായ സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് കണ്ടെത്തി സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് തുടർന്ന് നടത്തേണ്ടത്. മുഖ്യമന്ത്രി പങ്കെടുത്ത സമാധാന യോഗത്തിന് ശേഷം ഈ ജില്ലയിൽ 220 പ്രാദേശിക യോഗങ്ങൾ ചേർന്നു എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ കലക്ടർ മുൻകൈയെടുത്ത് പ്രാദേശികമായിട്ടുള്ള യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള യോഗങ്ങൾ നടത്തിയതിന് ചില ഗുണമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മുൻകാലത്തുണ്ടായതുപോലുള്ള സംഭവങ്ങൾ പിന്നീട് നടക്കുന്നൊരു സ്ഥിതി ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമുക്ക് വേണ്ടത് കണ്ണൂർ ജില്ലയിലും കേരളത്തിൽ എവിടെയായാലും സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പങ്കാളിത്തം വഹിക്കുക എന്നുള്ളതാണ്. ഇതിൽ CPIM മുൻകൈയെടുത്ത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇതുമായിട്ട് സഹകരിക്കാൻ മറ്റുള്ളവരും തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. എന്നാൽ ഈ സംഭവത്തിൻ്റെ പേരിൽ ഇവിടെ കേന്ദ്ര പട്ടാള നിയമം ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യം തികച്ചും ബാലിശമായ ഒരു നിലപാടാണ്. ഇതിനുള്ള പരിഹാരം അതല്ല എന്നുള്ള യാഥാർത്ഥ്യബോധം
കേന്ദ്ര ഭരണകക്ഷിയായ BJP പ്രകടിപ്പിക്കണം. എന്നാൽ ഇതിൽ ഗവർണറെ സമീപിച്ച് ഗവർണറെ കൊണ്ട് കേരളത്തിൽ ഇടപെടിപ്പിക്കുക എന്തായിരുന്നു BJP ഉദ്ദേശിച്ചിരുന്നത്. അതിനനുസരിച്ചുള്ള നീക്കം ഗവർണറുടെ ഭാഗത്തുണ്ടായില്ല എന്ന് വന്നപ്പോൾ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന നിലപാടാണ് BJP സ്വീകരിച്ചത്. കേരളത്തിലെ ഗവർണറെ ഒരു BJP സെക്രട്ടറി വിളിച്ചത് പോസ്റ്റ്മാൻ എന്നാണ്. രാഷ്ട്രപതിയുടെ പ്രതിനിധിയായിട്ടുള്ള ഗവർണറെ വിളിക്കുന്ന അവസ്ഥ കേന്ദ്ര ഭരണകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഗവർണർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് മറ്റൊരു ജനറൽ സെക്രട്ടറി ആവശ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇതെല്ലാം അസാധാരണമായ സംഭവങ്ങളാണ്. ഇത് ഗവർണറെ ഭയപ്പെടുത്തി BJP ഉദ്ദേശിക്കുന്ന കാര്യം ഗവർണറെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതാണ് ഒരു വിഭാഗം BJP നേതാക്കന്മാർ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് കേരളത്തിൽ ഇടപെടിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗം BJP നേതാക്കന്മാർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഈ നിലപാടിനോട് BJP പൊതുവിൽ ദേശീയതലത്തിൽ യോജിക്കുന്നില്ല എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിക്കുന്ന ഏതൊരാൾക്കും അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഒരു വിഭാഗം BJP നേതാക്കന്മാർ തീവ്ര നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേന്ദ്രഭരണം കേരളത്തിൽ ഇടപെടണം എന്ന ആവശ്യവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. അത്തരത്തിലുള്ള കേന്ദ്ര ഇടപെടലിൻ്റെ ഓലപ്പാമ്പുകൾ കാണിച്ചിട്ടൊന്നും കേരളത്തിലെ ഇടതുപക്ഷത്തെ ഭയപ്പെടുത്താൻ BJP ശ്രമിക്കരുത്. കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇടപെടാൻ സാധിക്കുന്ന ഭരണഘടന പ്രകാരം ഗവർണറുടെ റിപ്പോർട്ട് വാങ്ങി 356 വകുപ്പ് പ്രയോഗിക്കാനേ കേന്ദ്രത്തിന് സാധിക്കും. അങ്ങനെ 356 വകുപ്പിൻ്റെ പ്രയോഗം ഇന്ത്യയിൽ ആദ്യമായി അനുഭവിക്കേണ്ടി വന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് EMSൻ്റെ ഗവൺമെൻറ്റിനെയാണ് 59 പിരിച്ചുവിട്ടത്. ആ 59 കേരളത്തിൽ ഇടപെട്ടതുപോലെ ഇടപെടാൻ സാധിക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയവുമല്ല എന്നുള്ളത്, സംസ്ഥാന രാഷ്ട്രീയവുമല്ല എന്നുള്ളത്, സുപ്രീം കോടതി എടുത്ത നിലപാടും ഇതിനനുസൃതമായിട്ടുള്ളതല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗോഗ്വാവിളികൾ BJP ഉപേക്ഷിക്കണം. കേരളത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റിനെ ഭരിക്കാൻ അനുവദിക്കണം. പിണറായി വിജയൻ സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു സർക്കാരാണ്. ആ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, കേന്ദ്ര നേതാക്കന്മാരെ കേരളത്തിൽ കൊണ്ടുവന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വെല്ലുവിളികൾ ഉയർത്തുക, ഈ നീക്കങ്ങൾ ഒരു കേന്ദ്ര ഭരണകക്ഷിക്ക് യോജിച്ചതല്ല. ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ച വിധത്തിലല്ല BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണം. ഗവർണർക്കെതിരായിട്ട് RSS സ്വീകരിച്ച സമീപനം ഫാസിസ്റ്റ് രീതിയിലുള്ള സമീപനമാണ്. അത്തരം സമീപനങ്ങൾ രാജ്യത്തിലെ ജനാധിപത്യ പ്രക്രിയക്ക് സഹായകമായ വിധത്തിലുള്ളതല്ല. ഈ പ്രശ്നത്തിലും BJPക്ക് ഏകോപിതമായ നിലപാടില്ല. വ്യത്യസ്ത നിലപാടുകളാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ BJPക്കകത്ത് വലിയ ആഭ്യന്തര കലാപം നടക്കുകയാണ്. രണ്ട് ചേരിയായി BJP കലാപം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി BJPയുടെ നേതാക്കന്മാരെ BJPക്കാർ തന്നെ ആക്രമിക്കുന്ന അവസ്ഥ കേരളത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ സംസ്ഥാന കൗൺസിൽ അംഗത്തെ എറണാകുളത്ത് RSSകാർ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സംഘടിതമായി നടത്തിയ ഒരു ആക്രമണമായിരുന്നു BJPയുടെ സംസ്ഥാന കൗൺസിൽ മെമ്പർക്കെതിരായി നടത്തിയിട്ടുള്ള ആക്രമണം. ഇതോടൊപ്പം BJPയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന സന്ദർഭത്തിൽ ഉണ്ടായ സംഭവം കേരളത്തിലൊരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേന്ദ്രഭരണം ഉപയോഗിച്ച് കേരളത്തിലെ BJP നേതാക്കന്മാർ വമ്പിച്ച അഴിമതി നടത്തുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്.
കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ട് നേടിയിട്ടുന്ന മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരം, ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം ലഭിക്കാൻ ഒരു കോളേജ് മാനേജ്മെൻറ്റിൽ നിന്ന് 5 കോടി രൂപ കൈക്കൂലി ചോദിച്ചു എന്നും 2 കോടി കൊടുത്തു എന്നും BJP നേതാവായിട്ടുള്ള മുരളീധരൻ ആക്ഷേപം ഉന്നയിച്ചതായി ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിൻ്റെ അഫിലിയേഷൻ കിട്ടാൻ വേണ്ടി മറ്റൊരു മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റിൽ നിന്ന് 1 കോടി രൂപ ഇവിടെ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. എരുമേലിയിലെ വിമാനത്താവളത്തിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയെന്നുള്ള ആരോപണവും ഉയർന്നു വന്നിരിക്കുകയാണ്. വി മുരളീധരനാണ് ഈ ആരോപണം ഉന്നയിച്ചത് എന്നും ഇത് പരിശോധിക്കാൻ ഒരു കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നും വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇത് വ്യക്തമാക്കുന്നത് കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് വമ്പിച്ച അഴിമതിയാണ് കേരളത്തിൽ BJP നടത്തുന്നത് എന്ന വസ്തുതയാണ് ഇതിൽ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൽ വൻതോതിൽ RSS പണം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ ചേർന്ന RSSൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിന് ശേഷം 100 കോടി രൂപയാണ് കേരളത്തിലെ RSSന് കേന്ദ്ര നേതൃത്വം കൈമാറിയിട്ടുള്ളത്. ഇപ്പോൾ BJP പ്രഖ്യാപിച്ചിട്ടുണ്ട് 100 കോടി രൂപ പിരിച്ചെടുക്കുമെന്നുള്ളത്. ആ 100 കോടി രൂപ ഈ കള്ളപ്പണം വെളുപ്പിക്കാനാണ്. 100 കോടി രൂപ പിരിച്ചെടുക്കുമെന്ന് BJP ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇങ്ങനെ കോടിക്കണക്കിന് ഉറുപ്പിക കേന്ദ്രഭരണത്തെ ഉപയോഗിച്ച് കേരളത്തിൽ ഒഴുക്കി കേരളത്തിൽ RSSകാർക്ക് ആയുധശേഖരണത്തിന് വേണ്ടി പണം കൊടുക്കാനും അവരുടെ കേഡർമാരെ വ്യാപകമായി വിന്യസിക്കാനുമാണ് ഈ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ പരസ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഓരോ പ്രദേശത്തും ബൂത്ത് അടിസ്ഥാനത്തിൽ 10,000 രൂപ കൊടുത്ത് RSSകാരെ വിന്യസിക്കുമെന്ന് പരസ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിൽ പണം ഒഴുക്കി സംഘർഷം സൃഷ്ടിക്കാനും കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമാണ് RSS തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി ജാഗ്രത പാലിക്കണം. RSSകാർ സൃഷ്ടിക്കുന്ന ഒരു പ്രകോപനത്തിലും CPM പ്രവർത്തകന്മാർ പെട്ടുപോകാൻ പാടില്ല. ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അസ്ഥിരീകരിക്കാൻ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് കണ്ടുകൊണ്ട് അവരുടെ ഒരു തരത്തിലുള്ള പ്രകോപനത്തിലും പെട്ടുപോകാതെ സമാധാനം സ്ഥാപിക്കുക എന്ന സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനം നടത്തി വരുത്തുന്നതിൽ എല്ലാവരും ജാഗരൂകരായി പ്രവർത്തിക്കണം. അതിന് വ്യത്യസ്തമായ ചില സംഭവങ്ങൾ ഉണ്ടായത് അത് തിരുത്തി മുഖ്യമന്ത്രിയുടെ സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനം നടപ്പ് വരുത്തുക എന്നതായിരിക്കണം സ്വീകരിക്കേണ്ട സമീപനം. അക്കാര്യത്തിൽ പാർട്ടി ഉറച്ചു നിൽക്കും. ആവശ്യമായ പ്രവർത്തനങ്ങൾ എല്ലാ പ്രദേശത്തും സംഘടിപ്പിക്കാൻ പാർട്ടി ഇടപെടും എന്ന കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ അന്വേഷണ നടപടി പൂർത്തിയാകുന്ന മുറക്ക് അത് സംബന്ധിച്ച് പാർട്ടി തലത്തിൽ പരിശോധിച്ച് തീരുമാനമെടുക്കുന്നതായിരിക്കും. അത് പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി തന്നെ ആദ്യം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഇടപെടും. ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്ത് അത്തരത്തിൽ എന്തെങ്കിലും ഇടപെടാതിരിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഉപരിഘടകം അത് പരിശോധിക്കും. താങ്കൾ പ്രസംഗിക്കുന്ന വേദി തലശ്ശേരിയിൽ ഒരിക്കൽ അതിനടുത്ത് പോകുമ്പോഴുണ്ട്. പക്ഷെ അതിലെ പോലും ഒരു പ്രതികളെയും പോലീസ് പിടികൂടിയിട്ടില്ല. അപ്പോൾ പോലീസ് വേണ്ട രീതിയിൽ ഈ ഇത്രയും പറഞ്ഞ 200 കേസുകൾ പ്രത്യേകിച്ച് 200 പേർ താങ്കൾ തന്നെ എടുത്തതാണ്. ഈ കേസിലെടുത്തും ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് തോന്നുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അതിൽ പ്രശ്നത്തിൽ ഉൾപ്പെടുന്നവർ ഏത് കക്ഷിയാണെന്ന് നോക്കാതെ ശക്തമായ നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്ത് സ്വീകരിക്കേണ്ടത്. അത്തരം കാര്യങ്ങളിൽ പോലീസ് ഓരോ കേസിലും എടുത്ത നിലപാടെന്താണ് എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഒരു പരിശോധന നടത്തണം. ഓരോ കേസിലും വ്യക്തമായ നടപടി എടുത്തിട്ടുണ്ടോ,
എന്തുകൊണ്ടാണ് ആ കേസിൽ നടപടിയെടുക്കാൻ വൈകുന്നത്, അങ്ങനെയുള്ള കേസുകൾ ഓരോന്നായി പരിശോധിക്കുന്ന സ്ഥിതി ഉണ്ടാകും. ഉണ്ടാകണം എന്നല്ലേ ഒരു പാർട്ടിക്ക് പറയാൻ പറ്റുമോ? ഞാനൊരു ഗവൺമെൻറ് പ്രതിനിധിയല്ല. ഗവൺമെൻറ് ആയിട്ടാണ് പ്രവർത്തിക്കുക. ഞാനൊരു സർക്കാർ വക്താവായിട്ടല്ല പറയുന്നത്. ശരി. ട്വിറ്ററിലൂടെ വ്യാജ വീഡിയോ കുമ്മനം രാജശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷൻ പ്രചരിപ്പിച്ചതിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. കുമ്മനം രാജശേഖരന്റെ പ്രസ്താവന എരുതിയിൽ എണ്ണയൊഴിക്കുന്നതിന് സമാനമാണ്. അപ്സ നിയമം പ്രായോഗികമാക്കണമെന്ന് പറയുന്നത് രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണ്. അപ്സയല്ല, ഭരണപരമായ ഇടപെടലാണ് വേണ്ടത്. ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട പാർട്ടി ആയതുകൊണ്ടാണ് BJP ഇത്തരത്തിൽ ഉള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്.